കാർഷിക വാർത്തകൾ. ഭക്ഷ്യധാന്യ ശേഖരം ഫലപ്രദമായി ഉപയോഗിക്കാൻ കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. എഥനോൾ ഉൽപാദനത്തിനുള്ള അരിയുടെയും മില്ലുകാർക്കുള്ള ഗോതമ്പിന്റെയും വിൽപ്പന വില പുതുക്കി സർക്കാർ ഉത്തരവിറക്കി. എഥനോൾ ഉൽപാദനത്തിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അരി ക്വിന്റലിന് 2320 രൂപ നിരക്കിൽ വിൽക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. അതേസമയം മില്ലുകാർക്ക് ഗോതമ്പ് ക്വിന്റലിന് 2585 രൂപ മുതൽ 2600 രൂപ വരെയുള്ള നിരക്കിലാണ് ലഭ്യമാകുക. പുതിയ നിരക്കുകൾ തുറന്ന വിപണി വിൽപ്പന പദ്ധതിയായ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമാണ് നടപ്പാക്കുന്നത്. എഥനോൾ നിർമ്മാണത്തിനായി പഴയതും തകർന്നതുമായ അരിക്ക് മുൻഗണന നൽകാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ കൈവശമുള്ള വൻ ഭക്ഷ്യധാന്യ ശേഖരം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനൊപ്പം വിപണിയിൽ ഗോതമ്പിന്റെയും അരിയുടെയും ലഭ്യത വർദ്ധിപ്പിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനുമാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ കാപ്പി കയറ്റുമതിക്ക് മികച്ച തുടക്കം. ഏപ്രിൽ-ജൂൺ പാദത്തിൽ കയറ്റുമതിയുടെ അളവും വരുമാനവും ഉയർന്നതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ശ്രദ്ധേയമായ വളർച്ച നേടി. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കയറ്റുമതിയുടെ അളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28% ഉയർന്നു. അതേസമയം കയറ്റുമതി മൂല്യം 12% വർദ്ധിച്ചു. യൂറോപ്പ്, പശ്ചിമേഷ്യ, അമേരിക്ക തുടങ്ങിയ പ്രധാന വിപണികളിൽ ഇന്ത്യൻ കാപ്പിക്ക് വർദ്ധിച്ച ആവശ്യകതയാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. പ്രത്യേകിച്ച് റോബസ്റ്റ കാപ്പിയുടെ ഇൻസ്റ്റന്റ് കാപ്പിയുടെ കയറ്റുമതിയിൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തി. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനവും ഇന്ത്യൻ കാപ്പിയുടെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നു. ഈ വളർച്ച തുടർന്നാൽ 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യൻ കാപ്പി കയറ്റുമതിക്ക് റെക്കോർഡ് വർഷമാകുമെന്ന പ്രതീക്ഷയിലാണ് കാപ്പി മേഖലയും കയറ്റുമതിക്കാരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ-ചൈന ഭക്ഷ്യ എണ്ണ വ്യാപാരത്തിൽ പുതിയ വഴിത്തിരിവ്. സസ്യ എണ്ണ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളുടെയും വ്യവസായ സംഘടനകൾ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ വെജിറ്റബിൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചൈനയിലെ CFNAയുമായി ഭക്ഷ്യ എണ്ണ വ്യാപാരം ശക്തിപ്പെടുത്താൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ജൂലൈ 1 ഷാങ്ഹായിൽ നടന്ന CCOC-17 കോൺഫറൻസിലായിരുന്നു കരാർ ഒപ്പിട്ടത്. ഭക്ഷ്യ എണ്ണ, എണ്ണക്കുരു മേഖലകളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആഗോള സസ്യ എണ്ണ വിതരണ ശൃംഖല കൂടുതൽ കരുത്തുറ്റതാകാനും പരസ്പര വളർച്ച ഉറപ്പാക്കാനും ഇരു സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കും. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കൽ, സുസ്ഥിര വ്യാപാര രീതികൾ പ്രോത്സാഹിപ്പിക്കൽ, പുതിയ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും പങ്കുവയ്ക്കൽ, വ്യാപാര വികസനത്തിനുള്ള പുതിയ അവസരങ്ങൾ കണ്ടെത്തൽ എന്നിവയ്ക്കും ഈ ധാരണാപത്രം വഴിയൊരുക്കും. ഭക്ഷ്യ എണ്ണ വ്യാപാരത്തിൽ ഇന്ത്യ-ചൈന സഹകരണം കൂടുതൽ വിപുലമാകുന്ന നിർണായക നീക്കമാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.